പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കൂപ്പകരങ്ങളോടെ താരയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ട് അതരം തുറന്നും ഹൃദയം കർത്താവിൻ്റെ കാരുണ്യത്തിൽ സമർപ്പിച്ചും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധി നമുക്ക് എഴുന്നേറ്റ് നിന്നോ സ്വസ്ഥാനങ്ങളിൽ ഇരുന്നോ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പമുള്ള സമയമാണ്. ഈശോ തൻ്റെ സ്നേഹത്തിൽ തൻ്റെ കാരുണ്യത്തിൽ നമ്മെ വിശുദ്ധീകരിക്കുന്ന വീണ്ടെടുക്കുന്ന നിമിഷങ്ങളാണത്. ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും വേദനകളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ നിമിഷം ഉയർത്താം. രക്ഷകൂട്ടായ്മയിൽ രോഗികളായിട്ടുള്ള മക്കളുണ്ടാകാം. വല്ലാതെ മാനസികമായി വ്യഥ അനുഭവിക്കുന്നവർ, വേദനിക്കുന്നവർ ഇതിനകത്തുണ്ടാകാം. ചില പ്രത്യേക സാഹചര്യങ്ങളുടെ മീതെ വല്ലാതെ തകർന്നും ഭാരപ്പെട്ടും അസ്വസ്ഥപ്പെട്ടുമൊക്കെ മുന്നോട്ട് പോകാൻ പറ്റാതെ വല്ലാത്ത സങ്കടത്തിൻ്റെ നടുവിലായിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം. നിങ്ങളുടെ അവസ്ഥകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ. ഒരുപക്ഷെ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത വിധം മനസ്സ് തളർന്നും ഹൃദയം ഭാരപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും നിൽക്കുന്ന മക്കള് ഈശോയോട് പറ, ഈശോ ഇതാണ് എൻ്റെ അവസ്ഥ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല, പ്രാർത്ഥിക്കാൻ തോന്നണില്ല, ഒത്തിരി നാളുകളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ടും ചില വിഷയങ്ങൾക്കൊന്നും ഇതുവരെയും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാനുള്ള താല്പര്യം പോലും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലായിരിക്കുന്നവർ രക്ഷ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥകളെ തമ്പുരാന്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിക്കട്ടെ. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിലെ 3-ാം അധ്യായം ഇതിൻ്റെ 17-18 തിരുവചനങ്ങളിൽ പ്രവാചകൻ പറയുന്ന ഇങ്ങനെയാണ്: അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. നമ്മളിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥകൾ തന്നെയായിരിക്കാം ഒരുപക്ഷെ പ്രവാചകനും കടന്നുപോയത്. സാമ്പത്തികമായ തകർച്ചയുടെ ബുദ്ധിമുട്ടിൻ്റെ ഒക്കെ നടുവിൽ വയലുകളിൽ ധാന്യം വിളയാത്ത അവസ്ഥകൾ, ഒലിവ് മരത്തിൽ കായ്ക്കളില്ലാത്ത അവസ്ഥകൾ, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോകുന്ന അനുഭവങ്ങൾ എന്തു വന്നാലും പ്രവാചകൻ പറയാണ്, ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. ഈശോയെ, ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കള് വിദൂരങ്ങളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് കാരിസ്മോനോട് ചേർന്ന് തങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന മക്കള്, ഈശോയെ, ഇപ്പോൾ കടന്നു പോകുന്ന അനുഭവത്തിൻ്റെ നടുവിൽ നിന്നിൽ സന്തോഷിക്കാൻ, സാഹചര്യങ്ങൾ ഒരുപക്ഷെ സന്തോഷം തരുന്നതാകണമെന്നില്ല, കടന്നു പോകുന്ന അനുഭവം ഒരിറ്റ് സന്തോഷത്തിന് കാരണമാകുന്ന വിഷയങ്ങൾ സമ്മാനിക്കണമെന്നില്ല. ഒരുപക്ഷെ ഇന്നലകളിൽ കടന്നുപോയ ചില ദുരനുഭവങ്ങളും ചില തിക്താനുഭവങ്ങളും ഇന്നും വേട്ടയാടിക്കൊണ്ടിരിപ്പുണ്ടാവും. ഇതിനൊക്കെ നടുവിൽ കർത്താവേ, ഈ അവസ്ഥകളെ ഓർത്താൽ ആനന്ദിക്കാനോ സന്തോഷിക്കാനോ പറ്റാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഈ മക്കൾക്കുള്ള സുവിശേഷമാണല്ലോ അങ്ങ് നൽകിയ വചനം.
കർത്താവിൽ ആനന്ദിക്കുക, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ സന്തോഷിക്കുക. ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാരണം അങ്ങ് തന്നെയാണെന്ന് ഈശോയെ പ്രവാചകനിലൂടെ അങ്ങ് പറഞ്ഞല്ലോ. ഞങ്ങളെ പിശാച് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് ലോകത്തിന് ആനന്ദം തരാൻ പറ്റുമെന്നാണ്, ലോകത്തിന് നിലനിൽക്കുന്ന സന്തോഷം തരാൻ പറ്റുമെന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ലോകത്തിൽ ഇത് അന്വേഷിക്കുന്നതും ലോകത്തിൽ ഇത് കിട്ടാതെ പോകുമ്പോൾ വല്ലാതെ ദുഃഖിതരാകുന്നതും സങ്കടപ്പെടുന്നതും. പ്രവാചകനിലൂടെ അങ്ങ് പറഞ്ഞല്ലോ, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. ലോകത്തിൽ നഷ്ടങ്ങളുണ്ടാകുമ്പോൾ, പരാജയങ്ങളുണ്ടാകുമ്പോൾ, തകർച്ചകളുണ്ടാകുമ്പോൾ, സകലതും നഷ്ടപ്പെട്ടു പോകുമ്പോഴും ഞാൻ കർത്താവിൽ ആനന്ദിക്കുമെന്ന് പ്രവാചകൻ ഉറക്കെ പറഞ്ഞില്ലേ? ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. എന്നിട്ട് 19-ാമത്തെ വചനം പ്രവാചകൻ കൂട്ടിച്ചേർക്കണ്, കർത്താവായ ദൈവമാണ് എൻ്റെ ബലം, കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി, ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. ദൈവമാണ് എൻ്റെ ബലം, മനുഷ്യനല്ല. മനുഷ്യൻ തരുന്നതോ മനുഷ്യൻ സമ്മാനിക്കുന്നതോ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതോ അല്ല എൻ്റെ ബലം. എൻ്റെ ബലം കർത്താവ് തരുന്ന ശക്തിയാണ്, അല്ലെങ്കിൽ കർത്താവ് തന്നെയാണ് എൻ്റെ ബലമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. എന്നിട്ട് പ്രവാചകൻ കൂട്ടിച്ചേർത്തു, കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ എൻ്റെ പാദങ്ങൾക്ക് അവിടുന്ന് വേഗത നൽകി. എല്ലാം മടുത്തും മന്ദീഭവിച്ചും സാവധാനം പോയിക്കൊണ്ടിരുന്ന അനുഭവങ്ങളൊക്കെ ഫാസ്റ്റായി. ഈശോയെ, ഈ മക്കൾക്ക് ആനന്ദിക്കാനുള്ള കാരണം നിന്നിൽ കണ്ടെത്താനുള്ള ആത്മാവിൻ്റെ തുറവി നൽകണമെന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പങ്കുചേർന്ന് ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളും ഈ നിമിഷം ഹൃദയം കൊണ്ട് വിശ്വാസത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കേ. ദൈവമേ, അങ്ങ് മാത്രമാണ് എൻ്റെ ബലം, അങ്ങിലാണ് എൻ്റെ ആനന്ദം, അങ്ങിൽ മാത്രമാണ് എനിക്ക് ആനന്ദം കണ്ടെത്താൻ പറ്റുക എന്ന് ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥകളിലും ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ദുരനുഭവങ്ങൾ വഴിയും നോക്കിക്കൊണ്ട് പറയാം, ഈശോയെ, ഈശോയെ, നിന്നിൽ മാത്രമാണ് എനിക്ക് ആനന്ദം കണ്ടെത്താൻ പറ്റുക. ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുമ്പോൾ നിങ്ങളുടെ സങ്കടങ്ങളെ, നിങ്ങളുടെ വേദനകളൊക്കെ ഉയർത്താം. ഇതിനൊന്നും എന്നെ തളർത്താൻ പറ്റില്ല എന്ന് ഈശോയോട് ചേർന്നിരിക്കുമ്പോൾ നിനക്ക് ഉറക്കെ പറയാം. ഇതിനൊന്നും എൻ്റെ ജീവിതത്തെ, എൻ്റെ പ്രതീക്ഷയെ, എൻ്റെ പ്രത്യാശയെ, എൻ്റെ സ്വപ്നങ്ങളെ ഒന്നും തകർത്ത് കളയാൻ ശക്തിയുള്ളതല്ല എന്ന് ഉറക്കെ പറയട്ടെ. കാരണം എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കാലുകൾക്ക് കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ വേഗത നൽകുന്ന കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എന്നെ ബലപ്പെടുത്തുന്ന എൻ്റെ ദൈവം എൻ്റെ കൂട്ടിനുണ്ട്. അതിനാൽ ഞാൻ തളരുകയില്ല, അതിനാൽ ഞാൻ അസ്വസ്ഥനാകില്ല, അതിനാൽ ഞാൻ വീണുപോകില്ല എന്ന് സങ്കീർത്തകൻ പറഞ്ഞതുപോലെ ദൈവമേ, സങ്കീർത്തകനോട് ചേർന്ന് ഇതാ ഞങ്ങളും പറയുന്നു, ഇതാ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കരുണ കാണിക്കണമേ, നിൻ്റെ കരുണയാൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. നിൻ്റെ കാരുണ്യത്തിൽ ഞങ്ങൾ കടന്നു പോകുന്ന ഈ അനുഭവത്തിൻ്റെ മീതെ നിൻ്റെ പദ്ധതി പൂർത്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മീതെ കർത്താവിൻ്റെ കരുണ കർത്താവ് വർഷിച്ചുവെന്ന് വിശ്വസിച്ച് നമുക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. പ്രതീക്ഷ നഷ്ടപ്പെട്ട, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ എല്ലാ അനുഭവങ്ങളിലും ഈശോയുടെ കാരുണ്യത്തിന് നമുക്ക് പ്രത്യാശ തരാൻ പറ്റും, നമുക്ക് ധൈര്യം തരാൻ പറ്റും. ആ കാരുണ്യത്തിലേക്ക് സമർപ്പിക്കപ്പെട്ട വിഷയങ്ങൾ
എൻ്റെ കർത്താവ് നിശ്ചയമായും കേൾക്കും എന്ന് തന്നെ വിശ്വസിക്കുക. ആ വിശ്വാസത്തോടെ നിങ്ങളെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ, പ്രാർത്ഥന ആവശ്യമുള്ളവരെ, പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്തവരെല്ലാവരെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമേ